ഐതിഹ്യ കഥകളിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിലെ കാലടിയിൽ ഭട്ടതിരി എന്ന കഥയാണ് നമ്മളിന്ന് പറയുന്നത്. കഴിഞ്ഞ കഥയിൽ നമ്മൾ പറഞ്ഞിരുന്നത് കാലടിയിൽ ഭട്ടതിരിക്ക് മന്ത്രവാദം സിദ്ധിച്ചതും എങ്ങനെ സൂര്യകാലടി ഭട്ടതിരിയെ മാറിയെന്നും പിന്നെ ഭട്ടതിരിക്ക് ശാപം കിട്ടിയതും അദ്ദേഹത്തിൻ്റെ മരണത്തെ പറ്റിയൊക്കെയായിരുന്നു. ഇന്ന് നമ്മൾ പറയുന്നത് അവരുടെ ഇല്ലത്ത് ഗണപതി വന്നതും അവർക്ക് പ്രത്യക്ഷമായതും എങ്ങനെ അപ്രത്യക്ഷമായി എന്നുള്ളതുമാണ്. ആദ്യത്തെ കഥ കേൾക്കാത്തവർക്കായി അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കേൾക്കാത്തവർ കേൾക്കണേ. അപ്പോൾ ഞാൻ ബാക്കി പറഞ്ഞു കൊള്ളട്ടെ. സൂര്യഭട്ടതിരിയുടെ കാലം കഴിഞ്ഞതിൽ പിന്നെയും ആ ഇല്ലത്തുള്ള ഭട്ടതിരിമാർ വളരെ തപശക്തിയുള്ളവരും വേദജ്ഞന്മാരും ശാസ്ത്രജ്ഞന്മാരും നല്ല മന്ത്രവാദികളും തന്നെയായിരുന്നു. ഒരു ദിക്കിൽ ഒരു വലിയ ജന്മിയുടെ വക ഒരു തെങ്ങിൻ തോട്ടത്തിൽ കാവലായിട്ട് ഒരു മൂത്ത തീയൻ താമസിച്ചിരുന്നു. ആ തോട്ടത്തിൽ വളരെ തേങ്ങ വീഴുന്നത് കൊണ്ട് വലിയ വലിയ തേങ്ങാക്കൂടുകൾ വളരെ ഉണ്ടായിരുന്നു. മിക്ക സമയങ്ങളിലും കൂടുകൾ ഒഴിയാതെ ഉണക്കത്തേങ്ങ കിടക്കുക പതിവാണ്. അവിടെ ഈ മൂത്ത തീയൻ ഒരു മാടം കെട്ടിയുണ്ടാക്കി അതിലാണ് അവൻ്റെ കിടപ്പ് പതിവ്. രാത്രിയിൽ തീയിടാനായിട്ട് ആ മാടത്തിൽ ഒരു വലിയ നെരിപ്പോടുമുണ്ടായിരുന്നു. അവൻ തണുപ്പുള്ള കാലങ്ങളിൽ വരട്ട് തേങ്ങയെടുത്ത് വെട്ടിക്കീറി അതിൻ്റെ ചകിരിയിട്ട് തീ കത്തിക്കുകയും തേങ്ങ തീയിലിട്ട് ചുട്ടെടുത്ത് തിന്നുകയും ചെയ്ത് തീയും കാഞ്ഞുകൊണ്ടിരിക്കുക പതിവാണ്. ഒരിക്കൽ ഒരു മഞ്ഞുകാലത്ത് വെളുപ്പാൻ കാലമായപ്പോൾ മൂത്ത തീയന് തണുപ്പ് സഹിക്കാൻ പാടില്ലാതെയായിട്ട് എണീറ്റ് 2-3 തേങ്ങയെടുത്ത് വെട്ടിക്കീറി ചകിരിയിട്ട് തീയും കത്തിച്ച് തേങ്ങയും ചുട്ടു തിന്ന് തീയും കാഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ ആ മാടത്തിൻ്റെ തട്ടിയുടെ ഇടയിൽ കൂടി ഒരു കൊച്ചു തുമ്പിക്കൈ മൂത്ത തീയൻ്റെ അടുക്കിലേക്ക് നീട്ടുന്നത് അവൻ കണ്ടു. ഉടനെ ഒരു തേങ്ങാ കഷ്ണം അവൻ തുമ്പിക്കൈയിലേക്ക് വെച്ചു കൊടുത്തു. അത് വാങ്ങി തിന്നിട്ട് പിന്നെയും തുമ്പിക്കൈ നീട്ടി. അയാൾ പിന്നെയും ഒരു കഷ്ണം വെച്ചു കൊടുത്തു. അങ്ങനെ പല പ്രാവശ്യം കഴിഞ്ഞപ്പോഴേക്കും ചുട്ട തേങ്ങയെല്ലാം അവസാനിച്ചു. നേരവും വെളുത്തു. അപ്പോൾ തുമ്പിക്കൈ കാണാതെയുമായി. അയാൾ എണീറ്റ് അയാളുടെ ജോലിക്കും പോയി. പിറ്റേ ദിവസം വെളുപ്പാൻ കാലത്ത് ഇയാൾ പതിവ് പോലെ തേങ്ങ ചുട്ടി തിന്നുന്നത് തുടങ്ങി. അപ്പോൾ തലേ ദിവസത്തെ പോലെ ആ കൊച്ചു തുമ്പിക്കൈയും കണ്ടു തുടങ്ങി. അന്നും അവൻ ഓരോ കഷ്ണം ആ തുമ്പിക്കൈയിൽ വെച്ചു കൊടുക്കുകയും ആ കൊട്ടിയാന മൂത്ത തീയൻ്റെ അടുക്കൽ വന്ന് നിന്ന് തേങ്ങ വാങ്ങി തിന്നും തുടങ്ങി. എന്തിനു വളരെ പറയുന്നു. അങ്ങനെ ഏതാനും ദിവസം കഴിഞ്ഞപ്പോഴേക്കും അയാളും കുട്ടിയാനയും പരസ്പരം അത്യന്തം സ്നേഹമായി തീർന്നു. ഒരു സമയവും കുട്ടിയാന അയാളെ പിരിഞ്ഞു പോകാതെയായി. അയാൾ ഭക്ഷിക്കുന്ന സാധനങ്ങളിലെല്ലാം ഒരു ഭാഗം കുട്ടിയാനയ്ക്കും കൊടുക്കാതെ അയാൾ ഭക്ഷിക്കാറുമില്ല. എന്നാൽ കുട്ടിയാനയ്ക്ക് ചുട്ട തേങ്ങ പോലെ പ്രിയമായിട്ട് മറ്റൊന്നുമില്ല. മൂത്ത തീയൻ ദിവസം തോറും 2-3 തേങ്ങ വീതം ചുട്ട് കുട്ടിയാനയ്ക്ക് കൊടുക്കും. അസംഖ്യം തേങ്ങ വീഴുന്ന സ്ഥലമായതുകൊണ്ട് ഈ കുറവ് ഉടമസ്ഥൻ അറിയുന്നതിനും ചോദ്യപ്പെടുന്നതിനും ഇടയായുമില്ല. ഇയാൾ വല്ലയിടത്തും കൂലിവേലയ്ക്ക് പോയാലും കുട്ടിയാന കൂടെ ഉണ്ടാകും. എന്ന് വേണ്ട, കുട്ടിയാനയും മൂത്ത തീയനുമായി പിരിഞ്ഞിട്ട് ഒരു സമയമില്ലെന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്നാൽ ഈ കുട്ടിയാനയെ അയാൾക്കല്ലാതെ മറ്റാർക്കും കാണാൻ പാടില്ലായിരുന്നു താനും. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരിക്കൽ ഒരു കാലടിയിൽ ഭട്ടതിരി എവിടെയോ മന്ത്രവാദത്തിനോ തന്ത്രത്തിനോ മറ്റോ പോയി തിരിച്ചു വരുമ്പോൾ നാട്ടുവഴി ഈ തോട്ടത്തിനടുക്കൽ കൂടി ആയിരുന്നതിനാൽ അതിലേ വന്നു. അപ്പോൾ അദ്ദേഹം ഈ കുട്ടിയാനയെ കണ്ടു. ഭട്ടതിരി ഒരു ദിവ്യനായിരുന്നതിനാൽ ഇത് കേവലം ഒരു കുട്ടിയാനയല്ലെന്ന് അദ്ദേഹത്തിന് തോന്നുകയാൽ ഇതിനെ വിലയ്ക്ക് തരാമോ എന്ന് മൂത്ത തീയനോട് ചോദിച്ചു. മൂത്ത തീയൻ ഈ ആനക്കുട്ടിയുടെ മേൽ വളരെ വാത്സല്യവും കൗതുകവും ഉണ്ടായിരുന്നതിനാൽ അയ്യോ, അടിയൻ ഈ ഒറ്റക്കൊമ്പനെ തരികയില്ല എന്ന് പറഞ്ഞു. ആ കുട്ടിയാനയ്ക്ക് ഒരു കൊമ്പേ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും ഭട്ടതിരിയുടെ നിർബന്ധം കൊണ്ടും നിവൃത്തിയില്ലാതെ ആയതുകൊണ്ടും പറയുന്ന വില കൊടുക്കാമെന്ന് അദ്ദേഹം സമ്മതിച്ചതുകൊണ്ടും ഒടുക്കം കൊടുക്കാമെന്ന് അയാൾ സമ്മതിച്ചു. പിന്നെ ഭട്ടതിരി മൂത്ത തീയൻ പറഞ്ഞതുപോലെയുള്ള സംഖ്യ എണ്ണിക്കൊടുത്ത് കുട്ടിയാനയെ വാങ്ങി. എങ്കിലും കുട്ടിയാന ഭട്ടതിരിയുടെ കൂടെ പോകാതെ അയാളുടെ അടുക്കൽ തന്നെ നിന്നു. പിന്നെ ഭട്ടതിരി മൂത്ത തീയൻ്റെ കയ്യിൽ നിന്ന് അവൻ്റെ നെരിപ്പോടും 2-3 വരട്ട് തേങ്ങയും വില കൊടുത്ത് വാങ്ങി. ആ തേങ്ങ തല്ലിപ്പൊട്ടിച്ച് നെരിപ്പോടിലിട്ട് ചുട്ടു. അതിൽ നിന്ന് ഒരു കഷ്ണം തേങ്ങ എടുത്ത് നീട്ടിയപ്പോൾ കുട്ടിയാന ഭട്ടതിരിയുടെ അടുക്കൽ വന്ന് വാങ്ങിച്ചു തിന്നു. പിന്നെ ഭട്ടതിരി ആ നെരിപ്പോടും എടുത്തുകൊണ്ട് നടന്നു തുടങ്ങി. കുട്ടിയാന അദ്ദേഹത്തിൻ്റെ പിന്നാലെയും ചെന്നു. ഇടയ്ക്കിടയ്ക്ക് ഭട്ടതിരി ഓരോ കഷ്ണം തേങ്ങയെടുത്ത് കുട്ടിയാനയ്ക്ക് കൊടുത്തും കൊണ്ടാണ് നടന്നത്. കുട്ടിയാന അതെല്ലാം വാങ്ങിച്ച് തിന്നും കൊണ്ട് പിന്നാലെ തന്നെ ചെല്ലുകയും ചെയ്തു. അങ്ങനെ ഭട്ടതിരി കുട്ടിയാനയും കൊണ്ട് ഇല്ലത്തെത്തി. മൂത്ത തീയന് ആ കുട്ടിയാനയുടെ സൂക്ഷ്മസ്ഥിതിയൊന്നും മനസ്സിലായില്ല. അത് ഭട്ടതിരിയുടെ പിന്നാലെ പോയത് തേങ്ങയുടെ കൊതി കൊണ്ട് മാത്രമാണെന്നാണ് അവൻ വിചാരിച്ചത്.
ഭട്ടതിരിക്ക് ഈ കുട്ടിയാന സാക്ഷാൽ ഗണപതിയാണെന്ന് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. അദ്ദേഹം തേങ്ങ വാങ്ങിച്ച് ഗണപതി ഹോമം കഴിച്ച് ഗണപതിയെ ആവാഹിച്ചും കൊണ്ടാണ് പോന്നത്. അതൊന്നും മൂത്ത തീയൻ അറിഞ്ഞില്ല. ഭട്ടതിരി ഇല്ലത്തെത്തിയപ്പോഴേക്കും കുട്ടിയാന സാക്ഷാൽ ഗണപതിയുടെ രൂപത്തിൽ അദ്ദേഹത്തിന് പ്രത്യക്ഷനായി. അദ്ദേഹം ആ ഗണപതിയെ തൻ്റെ മറ്റുള്ള തേവാരങ്ങളുടെ കൂട്ടത്തിൽ ഇല്ലത്ത് തന്നെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. അങ്ങനെയാണ് കാലടിയിൽ ഭട്ടതിരിമാർക്ക് ഗണപതി പ്രത്യക്ഷമായി തീർന്നത്. അക്കാലം മുതൽ അവിടെ എല്ലാവരും ഗണപതിയെ വേണ്ടുവണ്ണം സേവിച്ചുകൊണ്ടിരുന്നു. എന്നു മാത്രമല്ല, സമാവർത്തനം കഴിഞ്ഞാൽ പിന്നെ ആ ഇല്ലത്തുള്ള എല്ലാവരും ദിവസവും ഗണപതി ഹോമം കഴിക്കണമെന്നും ഇല്ലത്ത് തേവാരവും ഗണപതി ഹോമവും ഒരു ദിവസവും മുടങ്ങാതെ കഴിക്കേണ്ടതിലേക്കായി പുരുഷന്മാരിൽ ആരെങ്കിലും ഒരാൾ എന്നും ഇല്ലത്തുണ്ടായിരിക്കണമെന്നും ഏർപ്പാട് വെച്ചു. ആ ഇല്ലത്തുള്ള എല്ലാവർക്കും ഗണപതി പ്രത്യക്ഷമായി തീർന്നു. എന്നു മാത്രമല്ല, അവർ വിചാരിക്കുന്ന സകല കാര്യങ്ങളും ഗണപതി സാധിച്ചു കൊടുത്തും തുടങ്ങി. അപ്പോഴേക്കും അവർക്ക് മന്ത്രവാദങ്ങളിൽ മുമ്പിനാലെ ഉണ്ടായിരുന്ന പ്രസക്തി ശതഗുണീഭവിച്ചു. അപസ്മാരം, ബ്രഹ്മരക്ഷസ് മുതലായി സകല ബാധോപദ്രവങ്ങളും ഒഴിവാക്കുന്നതിന് കാലടിയിൽ ഭട്ടതിരിമാർക്ക് യാതൊരു പ്രയാസവുമില്ലാതെയായി തീർന്നു. എന്തെങ്കിലും ഉപദ്രവമുണ്ടായാൽ ജനങ്ങൾ ഭട്ടതിരിയെ സ്വസ്ഥാനത്ത് വരുത്തിയിട്ടോ കാലടിയിൽ പോയി ഭജനമിരുന്നിട്ടോ മന്ത്രവാദം ചെയ്യിക്കുന്നതല്ലാതെ മറ്റൊരു മന്ത്രവാദിയെ കൊണ്ട് മന്ത്രവാദം ചെയ്യുകയോ മറ്റൊരു സ്ഥലത്ത് പോയി ഭജനമിരിക്കുകയോ അക്കാലത്ത് പതിവില്ലായിരുന്നു. കാലടിയിൽ ഗണപതിയുടെ മഹാത്മ്യങ്ങൾ പറഞ്ഞാൽ വളരെയുണ്ട്. വിസ്താര ഭയത്താൽ അവയെല്ലാം ഇവിടെ വിവരിക്കുന്നില്ല. എങ്കിലും ദൃഷ്ടാന്തത്തിനായി 1-2 സംഗതികൾ മാത്രം ചുരുക്കത്തിൽ പറഞ്ഞുകൊള്ളുന്നു. തിരുവിതാംകൂർ സംസ്ഥാനത്ത് ചങ്ങനാശ്ശേരി താലൂക്കിൽ കാടമുറി ഗ്രാമത്തിൽ കുഞ്ചമൺ പോറ്റി എന്നൊരു മന്ത്രവാദി ഉണ്ടെന്നും ആ തറവാട്ടുകാർക്ക് ചാത്തന്മാർ പ്രത്യക്ഷമാണെന്നും ഇന്നും പ്രസിദ്ധമാണല്ലോ. കുഞ്ചമൺ പോറ്റിയുടെ കഥ നമ്മൾ 2 വട്ടം ചെയ്തിട്ടുണ്ട്. അത് രണ്ടും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇപ്പോൾ അവിടെയുള്ളവർക്ക് ചാത്തന്മാരെ പ്രത്യക്ഷമായി കാണാൻ പാടില്ലെങ്കിലും ചാത്തന്മാർ ഇന്നും അവരുടെ ആജ്ഞയെ അനുസരിക്കുന്നുണ്ട്. ഇപ്പോഴും അവർ പല സ്ഥലങ്ങളിൽ പോയി ചാത്തൻ്റെ ഉപദ്രവങ്ങൾ ഒഴിക്കുന്നുമുണ്ട്. കുഞ്ചമൺ പോറ്റി ഒഴിച്ചാൽ ഒഴിയാത്ത ചാത്തൻ ഇപ്പോഴും എങ്ങുമില്ലെന്നുള്ളത് പ്രസിദ്ധമാണ്. ആവശ്യക്കാർ വന്ന് അപേക്ഷിച്ചാൽ തൽക്കാലം പോകുന്നതിന് സൗകര്യമില്ലെങ്കിൽ കുഞ്ചമൺ പോറ്റിമാർ അവധി വെച്ച് എഴുത്തു കൊടുത്ത് തൽക്കാലത്തേക്ക് ചാത്തന്മാരെ ഒഴിച്ചു നിർത്തുക ഇന്നും പതിവുള്ളതാണ്. ഇന്ന മാസം ഇത്രാം തീയതി നാം അവിടെ വരുന്നതാണ്. അതുവരെ നിങ്ങൾ ഇന്ന ഗൃഹത്തിൽ യാതൊരു ഉപദ്രവവും ചെയ്തു പോകരുത്. ഇത് നമ്മുടെ കുട്ടിച്ചാത്തന്മാർ ഗ്രഹിപ്പാൻ കുഞ്ചമൺ പോറ്റി ഇന്നാര്. ഇപ്രകാരമാണ് അവർ എഴുത്ത് കൊടുത്ത് അയക്കുന്നത്. ഇപ്രകാരം കുഞ്ചമൺ പോറ്റിയുടെ എഴുത്ത് വാങ്ങിച്ചു കൊണ്ടുപോയി ചാത്തൻ്റെ ഉപദ്രവമുള്ള ഗ്രഹത്തിൽ വായിച്ചാൽ അവധി കഴിയുന്നതുവരെ ആ ഗ്രഹത്തിൽ യാതൊരു ഉപദ്രവവും ഉണ്ടാവുകയില്ലെന്നുള്ളത് തീർച്ചയായിട്ടുള്ളതും ഇന്നും കണ്ടുവരുന്നതുമാണ്. ചാത്തന്മാരെ സേവിച്ച് പ്രത്യക്ഷമാക്കിയ കുഞ്ചമൺ പോറ്റിയും ഗണപതിയെ പ്രത്യക്ഷമാക്കിയിരുന്ന കാലടിയിൽ ഭട്ടതിരിയും ഒരു കാലത്ത് ജീവിച്ചിരുന്നവരാണ്. മുമ്പൊരിക്കൽ ഒരു കുഞ്ചമൺ പോറ്റി കാലടിയിൽ ഭട്ടതിരിയെ കാണാനായി ചെന്നിരുന്നു. പോറ്റി 18 തണ്ട് വെച്ച ഒരു ബോട്ടിലാണ് ചെന്നിരുന്നത്. ഭട്ടതിരിയുടെ ഇല്ലം പുഴവക്കത്താകയാൽ ബോട്ട് ആ കടവിൽ തന്നെ ചെന്നടുത്തു. ഉടനെ പോറ്റി കരയ്ക്കിറങ്ങി ഇല്ലത്തേക്ക് ചെന്നു. അപ്പോൾ സന്ധ്യാസമയമായിരുന്നതുകൊണ്ട് ഗൃഹസ്ഥനായ ഭട്ടതിരി ജപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പോറ്റി മുറ്റത്ത് ചെന്നപ്പോൾ ഭട്ടതിരി പുറത്തേക്ക് വന്ന് വേഗം കുളി കഴിഞ്ഞ് വരാം എന്ന് പറഞ്ഞ് പോറ്റിയെ കുളിക്കാൻ അയച്ചിട്ട് അകത്തേക്ക് തന്നെ പോയി. പോറ്റി ബോട്ടിലാണ് വന്നതെന്ന് മനസ്സിലാവുകയാൽ പോറ്റിക്കും ബോട്ടുകാർക്കും വേഗത്തിൽ അത്താഴം കാലമാക്കണമെന്ന് ഭട്ടതിരി ചട്ടം കെട്ടി. ഭട്ടതിരി അന്തി മുടിച്ച് കഴിഞ്ഞു വന്നപ്പോഴേക്കും പോറ്റിയും കുളി കഴിഞ്ഞു വന്നു. പിന്നെ ഭട്ടതിരിയും പോറ്റിയും കൂടി പുറത്തളത്തിലിരുന്ന് 2 പേരുടെയും ജപങ്ങളും മറ്റും കഴിച്ചു. കുറച്ചു നേരം കുശലപ്രശ്നവും ചെയ്തുകൊണ്ട് അങ്ങനെ ഇരുന്നു. അപ്പോഴേക്കും അത്താഴം കാലമാവുകയാൽ 2 പേരും ഊണ് കഴിച്ചു. ഊണ് കഴിഞ്ഞ് പിന്നെയും പുറത്തളത്തിൽ വന്ന് വെടിയും പറഞ്ഞങ്ങനെ ഇരിക്കുന്ന മധ്യേ ഭട്ടതിരി മടപ്പിള്ളിക്കാരെ വിളിച്ച് പോറ്റിയുടെ ബോട്ടുകാർക്ക് കൂടെ വേഗത്തിൽ ചോറ് കൊടുക്കാൻ ചട്ടം കിട്ടി. അപ്പോൾ പോറ്റി, അതൊന്നും വേണ്ട, നമ്മുടെ ബോട്ടുകാർക്ക് ഭക്ഷണം ഞാൻ തന്നെ കൊടുത്തുകൊള്ളാം, മറ്റാരും കൊടുത്താൽ അവർക്ക് തൃപ്തിയാവുകയില്ല എന്ന് പറഞ്ഞു. ഉടനെ ഭട്ടതിരി, എന്നാൽ അങ്ങോട്ട് ചെന്ന് വിളമ്പി കൊടുത്തേക്കണം, നമുക്ക് അങ്ങോട്ട് പോകാം, ഞാൻ കൂടി വരാം എന്ന് പറഞ്ഞു. അപ്പോൾ പോറ്റി, അതൊന്നും വേണ്ട, ഞാൻ അവർക്ക് അത്താഴം കൊടുത്തു, അവർ പോവുകയും ചെയ്തു, ഇനിയിപ്പോൾ അതിനായിട്ട് ഉത്സാഹിക്കണമെന്നില്ല എന്ന് പറഞ്ഞു. ഇത്രയും കേട്ടപ്പോൾ ഭട്ടതിരിക്ക് കാര്യം മനസ്സിലായി. ബോട്ടുകാരൊക്കെ ചാത്തന്മാരായിരിക്കുമല്ലേ എന്ന് ഭട്ടതിരി ചോദിച്ചു. അതെ, ഒരു മൂർത്തിയെ സേവിക്കുക എന്ന് വെച്ചാൽ ചാത്തനെ തന്നെ സേവിക്കണം, എങ്കിലേ എല്ലാത്തിനും ഉപയോഗപ്പെടൂ എന്ന് പോറ്റി പറഞ്ഞു. വെറുതെ 10-20 പേർക്ക് കൂടി രാത്രികാലത്ത് അരി വയ്ക്കുന്നതിനിടയാവുകയും
പോറ്റി ഇപ്രകാരം പറയുകയും ചെയ്ത് തന്നെ അപമാനിക്കുകയായിരുന്നുവെന്നും ഗണപതിയെ സേവിച്ചാൽ എല്ലാത്തിനും ഉപയോഗപ്പെടുകയില്ലെന്നാണ് പോറ്റിയുടെ വാക്കിൻ്റെ സാരമെന്നും മനസ്സിലാവുകയാൽ ഭട്ടതിരിയുടെ മനസ്സിൽ അല്പം വല്ലായ്മയുണ്ടായി. എങ്കിലും അതൊന്നും പുറത്തു കാണിക്കാതെ ചിരിച്ചുകൊണ്ട് അത് ശരിയാണ് എന്ന് സമ്മതിച്ചു. പിന്നെയും രണ്ടുപേരും കൂടി വളരെ നേരം സംഭാഷണം ചെയ്തുകൊണ്ടിരുന്ന ശേഷം പോറ്റിക്ക് കിടക്കുന്നതിനെല്ലാം തയ്യാറാക്കി കൊടുപ്പിച്ചിട്ട് ഭട്ടതിരി അകത്തേക്ക് പോയി. രണ്ടുപേരും കിടന്നുറങ്ങുകയും ചെയ്തു. വെളുപ്പാൻ കാലത്ത് രണ്ടുപേരും ഉണർന്നെണീറ്റ് പുറത്തളത്തിൽ വന്നു. പോറ്റി അപ്പോൾ തന്നെ യാത്രയും പറഞ്ഞ് ബോട്ട് കയറാൻ പോയി. ഭട്ടതിരി കുളിക്കാനും പോയി. പോറ്റി കടവിൽ ചെന്ന് നോക്കിയപ്പോൾ ബോട്ട് അവിടെ കാണാനില്ലായിരുന്നു. ബോട്ട് കള്ളന്മാർ വല്ലവരും മോഷ്ടിച്ചുകൊണ്ട് പോയതായിരിക്കുമെന്ന് വിചാരിച്ച് പോറ്റിക്ക് വളരെ വ്യസനമായി തീർന്നു. ബോട്ട് പൂട്ടിയിരുന്ന താഴും തുടലും ഒന്നും കാണാനില്ലായിരുന്നു. ഉടനെ പോറ്റി പരിഭ്രമിച്ച് ഭട്ടതിരി കുളിക്കുന്നിടത്ത് ചെന്ന് വിവരം പറഞ്ഞു. അപ്പോൾ ഭട്ടതിരി, ഇവിടെ നിന്ന് ഒരു സാധനവും കള്ളന്മാർ കൊണ്ടുപോകാറില്ല. ഇത് കള്ളന്മാർ കൊണ്ടുപോയതാണെന്ന് തോന്നുന്നുമില്ല. ഇവിടെ ഒരു ഒറ്റക്കൊമ്പനുണ്ട്. ഇത് അയാളുടെ നേരം പോക്കായിരിക്കണം. ഏതായാലും പരിഭ്രമിക്കേണ്ട, നിവൃത്തി ഉണ്ടാകും എന്ന് പറഞ്ഞു. പിന്നെ ഭട്ടതിരി അവിടെ നിന്നുകൊണ്ട് മേൽപോട്ട് നോക്കിയപ്പോൾ ബോട്ട് ആ കടവിൽ നിൽക്കുന്ന ആലിൻ്റെ മുകളിൽ ഇരിക്കുന്നതായി കണ്ടു. ഉടനെ പോറ്റിയോട് എന്നെ തൊട്ടുകൊണ്ട് മേൽപോട്ട് നോക്കൂ എന്ന് ഭട്ടതിരി പറയുകയും പോറ്റി അപ്രകാരം നോക്കുകയും ചെയ്തു. അപ്പോൾ ആലിൻ്റെ മുകളിൽ ഒരു കൊമ്പത്ത് ബോട്ട് കയറ്റിവെച്ച് തുമ്പിക്കൈ കൊണ്ട് താങ്ങിപ്പിടിച്ചും കൊണ്ട് ഗണപതി ഇരിക്കുന്നതായി പോറ്റിയും കണ്ടു. ഇത് താൻ തലേ ദിവസം പറഞ്ഞതിന് തന്നെ അബദ്ധമാക്കാനായിട്ടുള്ള വിദ്യയാണെന്ന് പോറ്റിക്ക് മനസ്സിലാവുകയാൽ പോറ്റി ഭട്ടതിരിയോട് മാപ്പ് ചോദിച്ചു. ഉടനെ ഭട്ടതിരി ഗണപതിയോട് അതങ്ങ് കൊടുത്തേക്കൂ, അദ്ദേഹത്തിന് പോകാൻ വൈകി എന്ന് പറയുന്നു, വെറുതെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഗണപതി അവിടെ ഇരുന്നും കൊണ്ട് ബോട്ട് എടുത്ത് പുഴയിലേക്ക് ഇട്ടുകൊടുത്തു. ആലിൻ്റെ മുകളിൽ നിന്ന് ബോട്ട് വെള്ളത്തിൽ വീഴുന്നത് കണ്ടപ്പോൾ ബോട്ട് പൊട്ടിപ്പോയി എന്ന് പോറ്റിക്ക് തോന്നി. എങ്കിലും അതിന് യാതൊരു കേടും സംഭവിച്ചില്ല. പോറ്റിക്ക് വളരെ ബഹുമാനവും അത്ഭുതവും ഉണ്ടായി. ബോട്ട് കിട്ടിയെങ്കിലും ബോട്ടുകാരില്ലാതെ പോറ്റി പിന്നെയും വിഷണ്ണനായി തീർന്നു. ഗണപതിയെ പേടിച്ച് ചാത്തന്മാരും അടുത്തു വരികയില്ല. അത് ഭട്ടതിരിയോട് പറയാൻ പോറ്റിക്ക് വളരെ ലജ്ജയും മടിയും തോന്നുകയാൽ ഒന്നും മിണ്ടാതെ കുറച്ചു നേരം അങ്ങനെ പരുങ്ങലായിട്ട് നിന്നു. ഒടുക്കം നിവൃത്തിയില്ലെന്ന് തോന്നുകയാൽ ആ വിവരം പോറ്റി ഭട്ടതിരിയോട് പറഞ്ഞു. പിന്നെ ഭട്ടതിരി, ഭയപ്പെടേണ്ട, അവർ വന്നോട്ടെ, അയാളൊന്നും ഉപദ്രവിക്കാതെ ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു. പിന്നെ ചാത്തന്മാർ വന്ന് ബോട്ടിൽ കയറി. പോറ്റി വഴിപാടിന് പണവും കൊടുത്ത് ഗണപതിയെ തൊഴുതും വെച്ച് പോവുകയും ചെയ്തു. പിന്നെ ഒരിക്കൽ ഒരു കാലടിയിൽ ഭട്ടതിരി കോഴിക്കോട് താനത്തിനായിട്ട് പോയിരുന്നു. അവിടെ കൗണാറ്റിന് വടക്കേക്കര വരെയുള്ളവർക്കല്ലാതെ താനം പതിവില്ല. കാലടിയിൽ ഭട്ടതിരിയുടെ ഇല്ലം അന്ന് കൗണാറ്റിന് തെക്കേക്കര ആയതുകൊണ്ട് അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തിന് താനം ചാർത്തുകയില്ലെന്ന് വഴക്കായി. അപ്പോൾ താനത്തിനായിട്ട് അത്രത്തോളം ചെന്നിട്ട് വെറുതെ പോരുന്നത് തനിക്ക് അപമാനമാണല്ലോ എന്ന് വിചാരിച്ച് ഭട്ടതിരി എൻ്റെ ഇല്ലം കൗണാറ്റിന് വടക്കേക്കരയാണ് എന്ന് പറഞ്ഞു. ഇല്ലം വാസ്തവത്തിൽ തെക്കേക്കരയാണെന്ന് നല്ല നിശ്ചയമുള്ളവർ അവിടെ പലരും ഉണ്ടായിരുന്നു. അവരെല്ലാവരും ഭട്ടതിരിയുടെ ഇല്ലം തെക്കേക്കരയാണെന്നും പറഞ്ഞു. ആര് പറഞ്ഞാലും ഭട്ടതിരി സമ്മതിക്കുകയില്ല. അദ്ദേഹം പിന്നെയും എൻ്റെ ഇല്ലം വടക്കേക്കരയാണ് എന്ന് പറയും. ഇങ്ങനെ വഴക്ക് കലശലായി. അപ്പോൾ വിവരം സാമൂര്യപ്പാട് തിരുമനസ്സുകൊണ്ട് കേട്ടു. അവിടുന്ന് ഒടുക്കം ഒരു തീർച്ച നിശ്ചയിച്ചു. എങ്ങനെയെന്നാൽ തൽക്കാലം ഭട്ടതിരിയുടെ താനം ചാർത്തിക്കുകയും കിഴി കൊടുക്കുകയും ചെയ്യുകയും ഇവിടെ നിന്ന് ഒരാളെ അയച്ച് ഭട്ടതിരിയുടെ ഇല്ലം തെക്കേക്കരയോ വടക്കേക്കരയോ എന്ന് നോക്കി തിട്ടം വരുത്തുകയും പോകുന്നയാൾ തിരിച്ചു വരുന്നതുവരെ ഭട്ടതിരിയെ ഇവിടെ താമസിപ്പിക്കുകയും ഭട്ടതിരി സത്യമാണ് പറഞ്ഞതെങ്കിൽ അദ്ദേഹത്തെ സബഹുമാനം വിട്ടയക്കുകയും വ്യാജമാണെങ്കിൽ കിഴി തിരികെ വെപ്പിക്കുകയും യഥായോഗ്യം ശിക്ഷിക്കുകയും വേണ്ടതാണ് എന്നതായിരുന്നു കൽപ്പന. ഈ കൽപ്പനയെ ഭട്ടതിരിയും മറ്റെല്ലാവരും സമ്മതിക്കുകയും ഭട്ടതിരിയെ കൂടെ താനം ചാർത്തുകയും ചെയ്തു. കൽപ്പന പ്രകാരം കോഴിക്കോട്ട് നിന്ന് അയച്ചയാൾ വന്ന് നോക്കിയപ്പോൾ ഭട്ടതിരിയുടെ എല്ലാം വടക്കേക്കര ഇരിക്കുന്നതും കൗണാർ തെക്കുംപുറ പ്രവഹിക്കുന്നതും കണ്ടു. ആ വിവരം അവിടെ ചെന്ന് തിരുമനസ് അറിയിച്ചു. ഉടനെ സാമൂതിരിപ്പാട് തമ്പുരാൻ തിരുമനസ്സുകൊണ്ട് ഭട്ടതിരിയെ തിരുമുമ്പാകെ വരുത്തി വളരെ സമ്മാനങ്ങളും കൊടുത്ത് ബഹുമാനിച്ചയക്കുകയും ചെയ്തു. വാസ്തവത്തിൽ ഭട്ടതിരിയുടെ ഇല്ല മുമ്പ് കൗണാറ്റിൻ്റെ തെക്കേക്കരയിൽ തന്നെയായിരുന്നു. ഈ തർക്കമുണ്ടായപ്പോൾ ഭട്ടതിരിക്ക് അപമാനം വരുമല്ലോ എന്ന് വിചാരിച്ച് ഗണപതി തൻ്റെ ഒറ്റക്കൊമ്പ് കൊണ്ട് കുത്തി ആറിനെ തിരിച്ച് ഭട്ടതിരിയുടെ ഇല്ലത്തിന് തെക്കുപുറയാക്കി വിടുകയായിരുന്നു. ആറ് പണ്ട് ഭട്ടതിരിയുടെ ഇല്ലത്തിന് വടക്കുപുറയായിരുന്നു എന്നുള്ളത് ഇപ്പോഴും അവിടെ ചെന്ന് നോക്കിയാൽ ആ സ്ഥലത്തിൻ്റെ കിടപ്പ് കൊണ്ട് അറിയാവുന്നതാണ്. കാലടിയിൽ ഭട്ടതിരിമാർക്ക് പ്രത്യക്ഷമായിരുന്ന ഗണപതി പിന്നെ അങ്ങനെ അല്ലാതെ ആയതിൻ്റെ കാരണം കൂടി പറയാതെ ഈ ഉപന്യാസം ഉപസംഹരിക്കുന്നത് വിഹിതമല്ലെന്ന് വിചാരിച്ച് അതുകൂടി പറഞ്ഞുകൊള്ളുന്നു. ഒരിക്കൽ ഒരു കപ്പൽ കച്ചവടക്കാരൻ വില പിടിച്ചവയായ അനേകം സാധനങ്ങൾ കയറ്റിക്കൊണ്ട് വടക്ക് നിന്ന് തെക്കോട്ട് കൊണ്ടുപോയ ഒരു കപ്പൽ സമുദ്രത്തിൽ താണുപോയി.
കപ്പലിൽ ഉണ്ടായിരുന്നവർ മിക്കവരും ഒരുവിധം മരിക്കാതെ കരയ്ക്കു കയറി. കപ്പലിന്റെ ഉടമസ്ഥനും മരിച്ചില്ല. കപ്പൽ ഛേദം കൊണ്ട് വളരെ നഷ്ടമുള്ളതിനാൽ കപ്പലിന്റെ ഉടമസ്ഥൻ വ്യസനിച്ചുകൊണ്ട് നടക്കുമ്പോൾ കാലടിയിൽ ഭട്ടതിരിക്ക് ഗണപതി പ്രത്യക്ഷമാണെന്നും അവിടെ ചെന്ന് പറഞ്ഞാൽ ഇതിനെന്തെങ്കിലും നിവൃത്തി ഉണ്ടാക്കി തരുമെന്നും ആരോ അവനോട് പറഞ്ഞു. ഉടനെ ആ കച്ചവടക്കാരൻ കാലടിയിലെത്തി. ഭട്ടതിരിയെ കണ്ട് വിവരമെല്ലാം പറയുകയും സാധനങ്ങൾക്കൊന്നും നഷ്ടവും കപ്പലിന് കേടും കൂടാതെ കപ്പൽ ഉയർത്തിക്കൊടുത്താൽ കപ്പലിലുള്ള സാധനത്തിന്റെ പകുതി വില ഭട്ടതിരിക്ക് കൊടുത്തേക്കാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. ഉടനെ ഭട്ടതിരി കപ്പൽ ഉയർത്തിച്ചു കൊടുത്തു കൊള്ളാമെന്ന് സമ്മതിച്ചു. പിന്നെ ഗണപതിയുടെ അടുക്കൽ ചെന്ന് ഈ വിവരം പറഞ്ഞു. അപ്പോൾ ഗണപതി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് പ്രയാസമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഭട്ടതിരി, ഈ കാര്യം സാധിച്ചു കൊടുക്കാമെന്ന് ഞാൻ ഏറ്റു പറഞ്ഞു പോയതാണ്. ഇത് ഏതു വിധവും നിർവഹിച്ചു തരണമെന്ന് നിർബന്ധിച്ചു പറഞ്ഞു. ഉടനെ ഗണപതി പോയി സമുദ്രത്തിൽ മുങ്ങി കപ്പൽ തൻ്റെ ഒറ്റക്കൊമ്പ് കൊണ്ട് ഉയർത്തി കൊടുക്കുകയും കച്ചവടക്കാരൻ പറഞ്ഞിരുന്നത് പോലെയുള്ള ദ്രവ്യം ഭട്ടതിരിക്ക് കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം ഗണപതി ഭട്ടതിരിയോട്, നിങ്ങൾക്ക് ദ്രവ്യത്തിങ്കിലുള്ള അത്യാഗ്രഹം കൊണ്ട് ഇന്നതേ പറയാവൂ, ഇന്നില്ലാതെയായിരിക്കുന്നു. അത് ഞാൻ നിങ്ങൾ പറയുന്ന പോലെ എല്ലാം ചെയ്തുകൊണ്ട് പ്രത്യക്ഷമായിട്ട് ഇരിക്കുന്ന കൊണ്ടുള്ള അഹമ്മതി നിമിത്തമാണ്. അതിനാൽ ഇനി നിങ്ങൾ എന്നെ പ്രത്യക്ഷമായി കാണുകയില്ല. എങ്കിലും നിങ്ങൾ എന്നെ വളരെ സേവിച്ചിട്ടുള്ളത് കൊണ്ട് ഇനിയും നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം ഞാൻ സാധിച്ചു തന്നുകൊള്ളാം. ദുസ്സാധ്യമായിട്ടുള്ള കാര്യങ്ങൾ അന്യന്മാർക്ക് സാധിപ്പിച്ചു കൊടുക്കുന്നതിനായിട്ടും അത്യാഗ്രഹം നിമിത്തം യാതൊന്നും എന്നോട് അപേക്ഷിക്കുകയും അരുത് എന്ന് പറഞ്ഞിട്ട് മറയുകയും ചെയ്തു. അതിൽ പിന്നെ ആ ഇല്ലത്തുള്ളവർ ഗണപതിയെ പ്രത്യക്ഷമായി കണ്ടിട്ടില്ല. എങ്കിലും അവർ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം സാധിച്ചു കൊണ്ട് തന്നെ ഇരുന്നു. കാലക്രമേണ ആ ഇല്ലത്തുള്ളവർക്ക് മുമ്പുണ്ടായിരുന്നവരെ പോലെയുള്ള തപശക്തിയും ഗണപതിയെക്കുറിച്ചുള്ള ഭക്തിയും സേവയും കുറഞ്ഞു തുടങ്ങി. അപ്പോൾ കാര്യസിദ്ധികളും അങ്ങനെയായി തീർന്നു. എങ്കിലും കാലടിയിൽ ഗണപതിയുടെ ശക്തിയും മഹാത്മ്യവും ഇന്നും അശേഷമില്ലാതെയായി എന്ന് പറഞ്ഞുകൂടാ. അപ്രകാരം തന്നെ കാലടിയിൽ ഭട്ടതിരിമാരുടെ മന്ത്രവാദവും മറ്റുള്ള പാരമ്പര്യക്കാരായ മന്ത്രവാദികളുടെ മന്ത്രവാദത്തെക്കാൾ ഇപ്പോഴും ഫലിച്ചു കാണുന്നുമുണ്ട്. കലിയുഗം മൂത്തിയിരിക്കുന്ന ഇക്കാലത്ത് മുൻകാലങ്ങളിലെ പോലെ ദൃഷ്ടാന്തങ്ങൾ കാണാൻ പ്രയാസമാണല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് കാലടിയിൽ ഭട്ടതിരിമാർക്ക് ഗണപതി പ്രത്യക്ഷമായതും തിരിച്ച് അപ്രത്യക്ഷമായതും. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രദ്ധിക്കണേ. അപ്പോൾ മറ്റൊരു കഥയുമായി നമുക്ക് നാളെ വീണ്ടും കാണാം.